ഇന്നൊരു കേക്ക് ബേക്കിംഗ് വീഡിയോ ആണ്. അത് നമ്മുടെ ഹോസ്റ്റലിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു എൻ്റെ സൗണ്ട് എന്താ ഇങ്ങനെയെന്ന് വിചാരിക്കേണ്ട, എനിക്ക് പനിയാണ്, അതുകൊണ്ടാണ് 2 ദിവസം വീഡിയോ ഒന്നും കാണാത്ത. അപ്പോൾ ഇത് ഞങ്ങളൊരു ഒരാഴ്ചയായി വീഡിയോ എടുത്തിട്ട്, അപ്പോൾ ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്തു, അതുകൊണ്ടാണല്ലോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ ഇവിടെ ഷുഗർ നമ്മൾ പൊടിച്ചെടുക്കത്തില്ലേ, അങ്ങനെ ചെയ്യുവാണ്. ജ്യൂസറിലിട്ടാണ് നമ്മൾ പൊടിക്കുന്നത്, കാരണം വേറെ മാർഗ്ഗമില്ല. അങ്ങനെ ഞങ്ങൾ തന്നെ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മേടിച്ച് സർക്കസ് കാണിച്ച് ഞങ്ങളിങ്ങനെ പൊടിച്ചോണ്ടിരിക്കുക. ഇത്ര നന്നായിട്ട് പൊടിഞ്ഞു വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. പിന്നെ ഒരു ബൗളിനകത്ത് 2 മുട്ട ഇട്ടു. ആക്ച്വലി അത് തിന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മുട്ടയുടെ ഒരു ചെറിയൊരു കുത്തലുണ്ടായിരുന്നു. പക്ഷേ 2 മുട്ട ഇടരുത്, നിങ്ങൾ 1 മുട്ട ഇടാൻ പാടുള്ളൂ. പിന്നെയാണ് നമ്മുടെ മെയിൻ ഇഷ്യൂ, ബീറ്റർ ഞങ്ങളുടെ ഇല്ല, വിസ്ക് ഇല്ല, ഈ കാര്യങ്ങളൊന്നും നമ്മുടെ ഹോസ്റ്റലിൽ. നമ്മൾ എന്ത് ചെയ്യണം, കൈ വെച്ച് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഇതിന് ഞങ്ങൾ എത്ര ടൈം എടുത്തറിയോ? ഇതിനാണ് ഏറ്റവും കൂടുതൽ ടൈം എടുത്തത്. കാരണം ഈ കേക്ക് ഇത്രയും സോഫ്റ്റായിട്ട് വരണമെങ്കിൽ നമ്മൾ ഈ മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. ലാസ്റ്റ് ഞങ്ങൾ ഫോർക്ക് വെച്ച് അങ്ങോട്ട് എല്ലാവരും മാറി ബീറ്റ് ചെയ്യുമായിരുന്നു. അതേ ഉള്ളു വഴി. 8 മണിക്ക് ഉണ്ടാക്കാൻ നിന്ന ഞങ്ങളാ, പിന്നെ തീർന്നപ്പോഴത്തേക്ക് 12 മണിയായി. പിന്നെ കുറച്ച് വാനില എസൻസും ചേർത്ത്, ആക്ച്വലി ഞങ്ങൾ നേരത്തെ ചേർത്തു, പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ഒന്നുകൊണ്ടെങ്കിൽ എടുത്ത് വെച്ചേക്കുക. കറക്റ്റ് അളവൊന്നും അറിയില്ല, ഞങ്ങളുടെ ഒരു മനസ്സിൻ്റെ കടുപ്പം പോലെ ഞങ്ങളങ്ങ് ചെയ്യും. 1 കപ്പ് മൈദ എടുത്തിട്ടുള്ളൂ, കാരണം ഞങ്ങൾക്ക് എത്ര വേണമെന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ അതുകൊണ്ട് 1 കപ്പ് മൈദയും പിന്നെ അതിനകത്ത് കുറച്ച് 1/2 സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ഇട്ട് മിക്സ് ചെയ്തു. ഈ കാണുന്ന എക്സ്പ്രഷൻ വേറെ ഒന്നുമല്ല, കൊക്കോ പൗഡർ വെറുതെ ടേസ്റ്റ് ചെയ്ത് നോക്കിയ എക്സ്പ്രഷനാണ്. ഞങ്ങളാരും വെറുതെ എടുത്ത് തിന്നരുത്, അത് കയ്പ്പാണ്. പിന്നെയാണ് സോഡാപ്പൊടി. ഇത് മസ്റ്റാണ്, കേക്ക് പൊങ്ങി വരണമെങ്കിൽ സോഡാപ്പൊടി ചേർക്കണം. ഓക്കെ, അതും ഇച്ചിരി ഞങ്ങൾ ഇട്ടാൽ മതി. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബേക്കിംഗ് പൗഡർ, അതും കുറച്ചൊരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ വല്ല ഇട്ടാൽ മതി. 1/4 ടീസ്പൂൺ പറഞ്ഞില്ലേ മറ്റേ മിക്സിങ്, അത് ഞങ്ങൾ വീണ്ടും തറയിലിരുന്ന് ഓരോരുത്തരായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്ത് ദേവ് ചൂടുവെള്ളവും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് കൊടുത്തു, അല്ല ഒഴിച്ചു കൊടുത്തു. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മറ്റേ പൗഡറും കാര്യങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു. ഇതിലോട്ട് ഒരു ഡയറക്ഷനിലോട്ട് മാത്രമേ ഇത് ഇങ്ങനെ മിക്സ് ചെയ്യാവൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ദേവ് പഠിപ്പിച്ചു തന്നെയാണ് നമുക്ക്. ഓക്കെ, ദേവ് ഒരു ബേക്കറാണ് ഗൈസ്. അവളിത് കേട്ട് കഴിഞ്ഞാൽ നാളെ തന്നെ വന്ന് തല്ലിക്കൊല്ലും. ആ സീനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനത്തെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തിക്കായിട്ട് വരുന്നത് കാണുമ്പോൾ എന്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണെന്നറിയാം. കാരണം നമ്മളിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ സന്തോഷം. പിന്നെ ഒരു പാത്രം ഇതേപോലത്തെ എന്തെങ്കിലും നിങ്ങളുടെ ഹോസ്റ്റലിലുള്ള ചെറിയ ബൗളോ എന്തെങ്കിലും എടുത്തിട്ട് ആ ബൗളിനകത്ത് എന്ത് ചെയ്യുക, എണ്ണ തിരുമ്മി കൊടുക്കുക. എന്നിട്ട് ആ ബാറ്റർ അതിനകത്തോട്ട് ഒഴിച്ച് സെറ്റാക്കുക. ലാസ്റ്റ് ഇങ്ങനെ ആ പാത്രം ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ അവിടുത്തെ എയർ ബബിൾസും അതിനകത്തുള്ള എയർ ബബിൾസ് എല്ലാം പോവും. എന്നാലേ കേക്ക് സെറ്റായിട്ട് വരും എന്നാണ് ദേവ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ റൈസ് കുക്കറിനകത്ത് നമ്മൾ എന്ത് വെച്ചു, കേക്ക് വെച്ചു. ChatGPT നമ്മളോട് പറഞ്ഞത് ഒരു 50 മിനിറ്റിനകത്ത് സെറ്റാവും എന്നാണ്. പക്ഷെ ഞങ്ങൾ 50 മിനിറ്റ് അല്ല, 1 മണിക്കൂറല്ല, 2 മണിക്കൂറല്ല, 3 മണിക്കൂർ എന്തോ ഇരുന്നു. കേക്കിന് വലിയ ലുക്കില്ലെങ്കിലും പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങളുടെ സീനിയർ ചേച്ചിയാണ്, ചേച്ചീനെ കൊണ്ടൊക്കെ ടേസ്റ്റ് ചെയ്യിപ്പിച്ചു. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും. അപ്പോൾ ഈ തട്ടിക്കൂട്ട് കേക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാഷേ.